ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരുടെയും പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. UGC നെറ്റ് പേപ്പർ 1 വളരെ രസകരമായിട്ടുള്ള കുറച്ചുകൂടെ ഉം, ഒരു നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, ഒരു യൂണിറ്റ് ആണ് പീപ്പിൾ, ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ കുറിച്ചും നമ്മളുടെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ പ്രകൃതിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ലോകാടിസ്ഥാനത്തിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ്, എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് എൻവയൺമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ കവർ ചെയ്യും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യത്തിൽ തന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ആണ് ഡിസ്കഷനിൽ വരുന്നത്. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ലോകരാജ്യങ്ങള് ഡെവലപ്മെന്റ് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2000 മുതൽ തന്നെ. അത് 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രൂപത്തിൽ വന്നു. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രകൃതിയെ ബാധിക്കുന്നത്, അതിന്റെ എക്കോളജിക്കൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എൻവയറൺമെന്റൽ ഇഷ്യൂസ്, പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, അതിൽ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ തുടങ്ങി പൊല്യൂഷൻസിനെ കുറിച്ചും പൊല്യൂട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പൊല്യൂഷന്റെ ഹെൽത്ത് ഇമ്പാക്ട്, ഹ്യൂമൻ ഹെൽത്തിനെ അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, നമ്മൾക്ക് ഏതൊക്കെ കൈൻഡ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഈ പൊല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എത്രത്തോളം വൾണറബിൾ ആണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. പിന്നെ എനർജി റിസോഴ്സസിനെ കുറിച്ച്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഹസാർഡ്സിനെ കുറിച്ചും ഇതിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഹസാർഡ്സ് ഒന്നും വല്ലാണ്ട് അടുത്ത എക്സാമിനൊന്നും കണ്ടിട്ടില്ല, അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും. ഹവർ അതും നമ്മളുടെ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, എൻവയൺമെന്റൽ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ എഫേർട്സ്. നമ്മളുടെ ഈ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ എഫേർട്സ്, എന്തൊക്കെ കൈൻഡ് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ആണ്, ട്രീറ്റീസ് ആണ് ഇന്റർനാഷണലി രാജ്യങ്ങളും മറ്റൊക്കെ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മോൺട്രിയൽ പ്രോട്ടോക്കോളും റിയോ സമ്മിറ്റും ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് അഗ്രിമെന്റും തുടങ്ങി ഒരുപാട് അഗ്രിമെന്റ്സ്, ഇനീഷ്യേറ്റീവ്സ്, ട്രീറ്റീസ്, കോൺഫറൻസസ്, സമ്മിറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ നമ്മൾ ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്ത കുറെ പോളിസീസ് ആൻഡ് ലോസ്, അതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ് വിത്ത് MDG ആൻഡ് SDG, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഈ രണ്ട് ടേമിന്റെയും ഫുൾ ഫോം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ 2000 സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഒരുപാട് ഗോൾസ് നമ്മൾ യുണൈറ്റഡ് നേഷൻ ഒരു സമ്മിറ്റ്, ഒരു നാഷണൽ സമ്മിറ്റ് വിളിച്ചിരുന്നു. അതിന്റെ ബേസിൽ ഡെവലപ്പിംഗ് കൺട്രീസ് 2015 കൂടെ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് ഗോൾസ് അന്ന് സെറ്റ് ചെയ്യുകയുണ്ടായി. അതാണ് നമ്മൾ സിംപ്ലി ഇൻ എ നട്ട്ഷെൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒരു തുടർച്ചയായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 2015 ന്യൂയോർക്കിൽ നടന്ന ഒരു സമ്മിറ്റില് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പ്രഖ്യാപിക്കപ്പെടുന്നത്. 2030 നമ്മളുടെ ഇതിന്റെ ഒരു ടാർഗറ്റ് ഇയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ഓൺഗോയിങ് ആണ് എന്നർത്ഥം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഉദ്ദേശം. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒരു സക്സസർ, അതിന്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വന്നത് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് ഗോൾസ്. അപ്പൊ എന്താണ് ഗോൾ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഫെമിലിയർ ആകാം. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, രണ്ടിലും ഗോൾ വരുന്നുണ്ട്. ഗോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കുറെ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഏതെങ്കിലും ഒരു ഏരിയയിൽ ലക്ഷീകരിച്ചായിരിക്കും നമ്മൾ ഈ ഗോളുകളൊക്കെ വെച്ചിട്ടുണ്ടാവുക. അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം. അതിനാണ് നമ്മൾ ഗോൾ എന്ന രീതിയിൽ നമ്മളുടെ MDGയിലാണെങ്കിലും SDGയിലാണെങ്കിലും പരാമർശിക്കുന്നത്. ദ ഓവർ ആർക്കിംഗ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് നീഡ് ടു ബി അച്ചീവ്ഡ് in order to bring about significant improvement in specific development area. ഇപ്പോൾ ഒരു ഉദാഹരണം, പോവർട്ടി ഒഴിവാക്കുക എന്നുള്ളത്, നോ പോവർട്ടി എന്നതൊക്കെ MDGയിലും SDGയിലൊക്കെ വരുന്ന ഒരു ഗോളാണ്. അതുപോലെ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാകും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാകും. ഇതൊക്കെയാണ് ഗോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് സാധ്യമാക്കുക എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അത് നമ്മൾ ആ ഒരു ഡെഫിനിറ്റ് ടൈം പീരീഡിനുള്ളിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ കൊണ്ടുള്ള ഉദ്ദേശം.
MDGയെ സംബന്ധിച്ചിടത്തോളം 8 ഗോളുകളാണുള്ളത്. SDGയിലാണെങ്കിൽ 17 ഗോൾസ് ഉണ്ട്. ഒരു കാതലായ മാറ്റം തന്നെയാണ്. 8 ഗോളാണ് MDGയിൽ സെറ്റ് ചെയ്തതെങ്കിൽ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന രീതിയിൽ SDGയിൽ വന്നപ്പോൾ അത് 17 ഗോളുകളായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്ട്. ദെൻ ഈ ഗോളിന്റെ അണ്ടറിൽ തന്നെ ടാർഗറ്റ്സ് വരുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, 8 ഗോളുകളാണ് MDGയിൽ ഉള്ളത്, SDGയിലായപ്പോൾ 17 ഗോളുകൾ. ഇനി ഓരോ ഗോളിന്റെ അണ്ടറിലും നമ്മൾ സബ് ഗോൾ എന്നൊക്കെ രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പരാമർശിക്കുന്ന കുറച്ച് ടാർഗറ്റുകൾ കൂടെ SDGയിലാണെങ്കിലും MDGയിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ടാർഗറ്റ്സ് എന്ന് പറയാം. സ്പെസിഫിക് മെഷറബിൾ ഔട്ട്കംസ് ടു കോൺട്രിബ്യൂട്ട് ടു അച്ചീവിങ് ഈച്ച് ഗോൾ. ഓരോ ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്കംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാർഗറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാർഗറ്റ് ഡിഫൈൻസ് ദ പ്രിസൈസ് ഡയമെൻഷൻ ഓഫ് പ്രോഗ്രസ് ദാറ്റ് നീഡ് ടു ബി മെയ്ഡ് അണ്ടർ ഈച്ച് ഗോൾ. ഓരോ ഗോളിന്റെ അണ്ടറിലും നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട പ്രിസൈസ് ആയിട്ടുള്ള ഡയമെൻഷൻസ്, പ്രോഗ്രസിന്റെ ഡയമെൻഷൻസ് ഓരോ ടാർഗറ്റിലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. MDGയെ സംബന്ധിച്ചിടത്തോളം 8 ഗോളിന്റെ അണ്ടറിലായിട്ട് 21ഓളം ടാർഗറ്റ്സ് ആണുള്ളത്. ഓക്കെ, SDGയിലാണെങ്കിൽ 17 ഗോളിന്റെ അണ്ടറിൽ 169ഓളം ടാർഗറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇപ്പോൾ സിംപ്ലി മനസ്സിലാക്കുക, നോ പോവർട്ടി എന്നുള്ളതാണ് നമ്മൾ ഗോളെങ്കിൽ അതിന്റെ അണ്ടറിൽ മേ ബി ഒരു 3 or 4 ടാർഗറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, 0 ഹങ്കർ ആണ് നമ്മൾ ഗോളെങ്കിൽ അതിന്റെ അണ്ടറിൽ തന്നെ വീണ്ടും ഒരു 3 or 4, 2 or 3 ടാർഗറ്റ്സ് ഉണ്ടായേക്കാം. ഈ രീതിയിലാണ് ടാർഗറ്റുകൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ ഫൈനലി ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള ടേമും ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റ്സും ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മെഷർ ചെയ്യണം. ആ മെഷർമെന്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിംപ്ലി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രസ്, ഈ പറഞ്ഞ കാലയളവിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതിന് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ MDGയിലാണെങ്കിലും SDGയിലാണെങ്കിലും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് പരാമർശിക്കുന്നത്. MDGയിൽ 48ഓളം ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്, SDGയിൽ 247ഓളം ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ദേ ആർ എസെൻഷ്യൽ ഫോർ ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഈ പ്രോഗ്രസ് കൃത്യമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ നമ്മൾക്ക് എന്താവശ്യമാണ്, ഇൻഡിക്കേറ്റേഴ്സ് ആവശ്യമാണ്. അപ്പൊ ഗോൾസ്, അതിന്റെ അണ്ടറിൽ ടാർഗറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ടാർഗറ്റ്സും ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതുകൊണ്ടൊന്ന് മനസ്സിലാക്കാൻ, മെഷർ ചെയ്യാൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ MDGയിലോട്ട് വരാം. MDG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യു നോ, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് MDGയിലുള്ളത്. ഇത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓഫ് കോഴ്സ് യുണൈറ്റഡ് നേഷൻസ്. ഏത് വർഷമാണ്? മില്ലേനിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2000 ആണ്ടിലാണ് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. എപ്പോഴായിരുന്നു ടാർഗറ്റ് ഇയർ? 2015. 15 വർഷക്കാലം. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ SDGയിലും വരുന്നത്. 2015 തുടങ്ങി 2030 ടാർഗറ്റ് ഇയർ. ഓക്കെ, ഇനി എന്താണ് MDGയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് നോക്കാം. ഇത് എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 സെപ്റ്റംബർ മാസം ന്യൂയോർക്കിൽ ഒരു സമ്മിറ്റ് നടന്നു, യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം സമ്മിറ്റ്. അതായിരുന്നു ആ സമ്മിറ്റിന്റെ പേര്. ലോകരാജ്യങ്ങളിലെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത വലിയൊരു സമ്മിറ്റ് ആയിരുന്നു. അതിന്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമ്മിറ്റിലാണ് ഈ പറഞ്ഞ മില്ലേനിയം ഗോൾസ് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡിക്ലറേഷൻ. ആ ഒരു ഡോക്യുമെന്റിലാണ് ഈ പറഞ്ഞ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഒരു ഇതിന്റെ ഒരു ചാലകശക്തി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് ഇനീഷ്യേറ്റ് ചെയ്ത ആള് ആ കാലയളവിലെ UN ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അന്നൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇത് ആർക്ക് ബാധകമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് പുവർ നേഷൻസിന് മാത്രം ബാധകമായിരുന്ന ഒരു സംഗതിയായിരുന്നു MDG. അതുകൊണ്ട് തന്നെ ഇതിന്റെ നന്മകളെ പല ആളുകളും ഇതിന്റെ സപ്പോർട്ടേഴ്സ് ഒക്കെ പുകഴ്ത്തി പറയുമ്പോഴും ക്രിറ്റിക്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിംപ്ലി കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും UN ഡെവലപ്പിംഗ് കൺട്രീസിന്റെ മേൽ ഇമ്പോസ് ചെയ്ത എന്തോ സംഗതിയാണെന്നുള്ള രീതിയിലൊക്കെയുള്ള നരേഷൻസ് ക്രിറ്റിക്സിന്റെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുക, അല്ലെങ്കിൽ പോവർട്ടി ഇല്ലാതാക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. നല്ല കാര്യങ്ങൾ തന്നെയാണ്, എല്ലാ ഗോൾസും നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ബട്ട് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇത് ഡെവലപ്പിംഗ് കൺട്രീസിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം വളരെ
അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. MDG ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. MDGയിൽ പെടുന്ന ഓരോരോ കാര്യങ്ങൾ. ഒന്നാമതായിട്ട് വരുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഒന്നാമത്തെ കാര്യം ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. രണ്ടാമത്തത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇതിന്റെ നമ്പർ വൈസ് തന്നെ എക്സാമിന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗോൾ നമ്പർ 1, ഗോൾ നമ്പർ 2, ഗോൾ നമ്പർ 3, ഗോൾ നമ്പർ 4, ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, അതിന് നമ്മൾക്ക് എന്ത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഒന്നാമത് വരുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. രണ്ടാമത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. മൂന്നാമത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. നാലാമത്തത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. അഞ്ചാമത്തത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ആറാമത്തത് കോംബാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. ഏഴാമത്തത് എൻഷുർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എട്ടാമത്തത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ജസ്റ്റ് ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ്, ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ഈ ടേമുകൾ ഒന്ന് ഫെമിലിയർ ആകുക. പറ്റുന്ന പോലെ ആ ഗോൾ അതിന്റെ നമ്പർ വൈസിൽ തന്നെ ഓർത്തു വെക്കാൻ ശ്രമിക്കും. ജസ്റ്റ് യു ക്യാൻ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ്. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. മൂന്നാമത്തേത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ എംപവർ വിമൻ. നാലാമത്തേത് ചൈൽഡ് മോർട്ടാലിറ്റി, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. അഞ്ചാമത്തേത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ആറാമത്തേത് കോംബാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. ഏഴാമത്തേത് എൻഷുർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എട്ടാമത്തേത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഐ ഹോപ്പ് യു ക്യാൻ മെമ്മറൈസ് ഇറ്റ്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ ഹാവ് എ ക്രിഞ്ച് ഐറ്റം. ഒരു ചെറിയ കഥയാണ് അത്, ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ വേണ്ടി ഒരു കഥ സെറ്റ് ചെയ്താണ്. രാമു ഒരു പാവപ്പെട്ട കുട്ടിയാണ്. എപ്പോഴും ഹംഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് താമസം. അവന്റെ ഒരു സ്വപ്നമായിരുന്നു ലിവിങ് എ ലൈഫ് വിത്തൗട്ട് പോവർട്ടി. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഡ്രീം ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. അങ്ങനെ ഓർത്തു വെക്കുക. രണ്ടാമത് പട്ടിണിയും പരിവട്ടൊക്കെ ആണെങ്കിൽ പോലും ഇവന് സ്കൂളിൽ പോയി. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം എന്ന് അവന് കൃത്യമായിട്ടും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു. രണ്ടാമത്തെ കാര്യം അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. പട്ടിണി പരിവട്ടൊക്കെ ആണെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി രാമു സ്കൂളിൽ പോയി. മൂന്നാമത്തെ കാര്യം, സ്കൂളിൽ പോയപ്പോഴാണ് അവനൊരു വലിയൊരു തിരിച്ചറിവുണ്ടായത്. M=W, ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ഈക്വൽ, മെൻ ആൻഡ് വിമൻ ആർ ഈക്വൽ എന്ന് പറയുന്ന വലിയൊരു തിരിച്ചറിവ് ആർക്ക് എവിടുന്ന കിട്ടുന്നത്? രാമുവിന് സ്കൂളിൽ നിന്ന് കിട്ടുകയാണ്. പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർമെന്റ്. അന്ന് മുതൽ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് അവന് ഭയങ്കരമായിട്ട് ഒരു 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 താല്പര്യം കാണിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് അവന് കാര്യമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് രാമുവിന് വലിയൊരു നഷ്ടം സംഭവിക്കുകയാണ്, വലിയൊരു വിപത്ത് സംഭവിക്കുകയാണ്. അതാണ് രാമുവിന്റെ ഒരു ചെറിയൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അമ്മ ഗർഭിണിയായിരുന്നു. അമ്മ ഒരു ചെറിയ ഒരു പെൺകുഞ്ഞ് പിറക്കാണ്, ഒരു അനിയത്തി പിറക്കാണ്. ആ അനിയത്തി പെട്ടെന്ന് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ അവന് തീരുമാനിച്ചൊരു കാര്യമാണ് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. കുറച്ച് ക്രിഞ്ചായിരിക്കും, ബട്ട് അവർ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ചിലപ്പോൾ സഹായകമായേക്കാം എന്ന രീതിയിൽ ഞാൻ ആഡ് ചെയ്താണ്. അതുപോലെ തന്നെ ഈ ചൈൽഡ് ബർത്തിന്റെ കോംപ്ലിക്കേഷൻ കാരണം അത്രയൊന്നും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നതുകൊണ്ട് രാമുവിന്റെ അമ്മയും ആ ഒരു പ്രസവത്തോടു കൂടെ മരണപ്പെട്ടാണ്. അപ്പോൾ തീരുമാനിച്ചൊരു കാര്യമാണ് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ആക്കുക എന്നുള്ളത് അന്നത്തെ അതുമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഹിന്റ് ആണ്. പിന്നെ രാമുവിന്റെ ഫാമിലിയിൽ പല ആളുകളും ഭയങ്കര ഭീകരമായിട്ടുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ HIV പോലെയുള്ള മലേറിയ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഫർ ചെയ്തിരുന്നു. അപ്പോൾ അതിനെ കോംബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ തന്നെ രാമുവിന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാമു പ്രകൃതിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെതായ രീതിയിലൊക്കെ ശ്രമിക്കുമായിരുന്നു. എൻഷുർ എൻവയറമെന്റൽ സസ്റ്റൈനബിലിറ്റി. ആൻഡ് ഫൈനലി രാമു ഒരു എല്ലാ കാര്യങ്ങളൊക്കെ ലൈഫൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോൾ രാമു ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്യാണ്. ഡെവലപ്പിംഗ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇങ്ങനൊന്നും ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. ഈ 8 കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്. ഞാൻ പറഞ്ഞ കഥയിൽ രാമുവിനെ കുറിച്ചാണ് പറഞ്ഞത്. രാമു എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്ന ആളാണ്, ഹങ്കർ അനുഭവിക്കുന്ന ആളാണ്. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അവന്റെ വലിയ സ്വപ്നമാണ്.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിൽ പോകുന്നു. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. സ്കൂളിൽ വെച്ച് അവന് വലിയൊരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. നമ്മളെ നാട്ടിലുള്ളത് പോലൊന്നും അല്ല, അല്ലെങ്കിൽ വീട്ടിലുള്ളത് പോലെയല്ല, ആണും പെണ്ണും ഈക്വൽ ആണ്. ആ ഒരു വലിയ റിയലൈസേഷൻ ആർക്ക് ലഭിക്കുകയാണ്? രാമുവിന് ലഭിക്കുകയാണ്. അങ്ങനെ രാമു സ്കൂളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാമുവിന്റെ അമ്മ ഗർഭിണിയാകുന്നു. അമ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടി ജനിച്ച ഉടനെ തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ പ്രസവത്തിലുണ്ടായ കോംപ്ലിക്കേഷൻ കാരണം അമ്മയും മരണപ്പെടുന്നു. റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാമുവിന്റെ ഫാമിലിയിൽ, രാമുവിന്റെ ജീവിതം രാമു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഫാമിലിയിൽ പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ ഫാമിലിയിൽ പല ആളുകൾക്കും HIV, മലേറിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ കോമ്പറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും. അതോടൊപ്പം നല്ല പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരു മോനായിരുന്നു. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും മറ്റൊക്കെ ആ ഒരു എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി രാമു ശ്രമിച്ചു. ഫൈനലി ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആയപ്പോൾ ഒരു വേൾഡ് ട്രിപ്പിന് വേണ്ടി രാമു ഒരുങ്ങുന്നു. ഇതാണ് നമ്മളുടെ കഥ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 8 ഗോളേ ഉള്ളൂ. 8 ഗോള് കൃത്യമായിട്ട് അതിന്റെ ഓർഡർ വൈസ് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഈസ് സക്സസർ, അതിന്റെ ഒരു തുടർച്ചയിൽ വന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് 17 ഗ്ലോബൽ ഗോൾസ് ആണുള്ളത്. മറ്റൊടുത്ത് നമുക്ക് 8 ഇവിടെ നമുക്ക് 17 ആണുള്ളത്. ഇത് എപ്പോഴാണ് വന്നത്? 2015 യുണൈറ്റഡ് നേഷൻസ് ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു? 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2030 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരുപാട് ബ്രോഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾക്ക് ഇപ്പൊ എൻവയൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് ഒന്നോ രണ്ടോ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ, എൻഷുർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. ഇതിൽ കുറച്ചുകൂടെ നിഖില മേഖലകളും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രോഡ് ഗോൾസ് ആണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിൽ, എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒന്നിലധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് എന്താണ് അന്ന് നടന്ന സമ്മിറ്റിന്റെ പേര്? കഴിഞ്ഞതും ഒരു സെപ്റ്റംബർ മാസമായിരുന്നു. 2000 സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസുമായി ബന്ധപ്പെട്ട സമ്മേളനം നടക്കുന്നത്. 2015 വേറൊരു സെപ്റ്റംബറിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ, രണ്ടും നടന്നത് ന്യൂയോർക്കിലാണെന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി എന്താണ് അന്നത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒഫീഷ്യലി ഇത് കെയിം ഇൻ ടു ഫോഴ്സ്, ഇതൊരു പ്രാബല്യത്തിൽ വന്നത് ജനുവരി 1-ാം തീയതി, 2016 ജനുവരി 1-ാം തീയതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴാണ് ഇത് എപ്പോഴാണ് അഡോപ്റ്റഡ് ആകുന്നത്? 2015 സെപ്റ്റംബർ മാസം നടന്ന UN സമ്മിറ്റിൽ തന്നെയാണ്. ബട്ട് ഇതൊരു പ്രാബല്യത്തിൽ വന്നത്, കെയിം ഇൻ ടു ഫോഴ്സ്, എപ്പോഴായിരുന്നു? ജനുവരി 1, 2016 എന്നുള്ളത് മനസ്സിലാക്കുക. തെറ്റിപ്പോവരുത്. എക്സാമിന് ആ രീതിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദ്യങ്ങൾ വന്നേക്കാം, ഓപ്ഷനിലൊക്കെ വന്നേക്കാം. 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാഗമായിട്ടാണ് SDG വരുന്നത്. ഇതെല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്. ദാറ്റ്സ് വാട്ട് മേക്സ് SDG യുണീക്ക്. കാരണം നേരത്തെ നമ്മൾ MDGയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഡെവലപ്പിംഗ് കൺട്രീസിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. റിഗാർഡ്ലെസ് ടു ദ സ്റ്റാറ്റസ് ഓഫ് കൺട്രി, ഇതെല്ലാവർക്കും ബാധകമാണ്, എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് എന്നുള്ളതാണ് ഇതിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഇതിനെ വ്യതിരിക്തമാക്കുന്ന വലിയൊരു ഘടകം. ഒരുപാട് ഇതിന്റെ പേർപ്പസും മിഷനൊക്കെ നമുക്ക് അറിയുന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലാതാക്കുക, ഇനിക്വാളിറ്റീസിനോട് ഫൈറ്റ് ചെയ്യുക, പോവർട്ടി ഇല്ലാതാക്കുക, അങ്ങനെ കുറെ ബഹുമുഖമായ ലക്ഷ്യങ്ങളോട് കൂടെ തന്നെയാണ് SDGയും വരുന്നത്. ഗ്ലോബൽ ഗോൾസ് എന്നൊരു പേര് കൂടെ ഇതിനുണ്ട്. കുറച്ചുകൂടെ ഗ്ലോബലി കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടിയ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇൻവോൾവ് ആയ ഒരു ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ള ഗ്ലോബൽ ഗോൾസ് എന്നുള്ള ഒരു പേര് കൂടെ ഇതിന് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ MDGയുടെ ഒരു സക്സസ്, അതിന്റെ തുടർച്ചയിലാണ് ഇത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇംപ്ലിമെന്റേഷന്റെയും അക്കൗണ്ടബിലിറ്റിന്റെയും കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു നോട്ട് ലീഗലി ബൈൻഡിങ്, ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാ രാജ്യങ്ങളും എല്ലാ ഗവൺമെന്റും അവരുടെ ഒരു ഓണർഷിപ്പിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SDG എന്ന് പറയുന്നത്.
രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് എന്താക്കണം, കുറച്ചുകൂടെ സുഗമമാക്കണം എന്നുള്ളതാണ് യു എന്നിന്റെ ഒരു യുഎന്നിന്റെ ഒരു രീതി. ആ രീതിയിലാണ് ഇതിന്റെ ഈ SDGയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോ നമ്മളുടെ രാജ്യത്തും പല കാര്യങ്ങളും ഈ SDGക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിതി ആയോഗ് എന്നുള്ള പേരിൽ നമ്മളുടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഒരു പദ്ധതിയും ഒരുപാട് പദ്ധതികൾ നിതി ആയോഗിന്റെ ഒരു ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ രാജ്യങ്ങളും അവരവരുടേതായ രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഇതിനൊക്കെ ഫോളോ അപ്പ് ചെയ്യാനും റിവ്യൂ ചെയ്യാനൊക്കെ ഉള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം രാജ്യത്തിനുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ഷനും കൃത്യമായിട്ടുള്ള അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യണം എന്നുള്ളതാണ് SDGയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ സൈഡിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇതാണ് നമ്മളുടെ SDG. 17 SDGകളുണ്ട്. അതിന്റെ നമ്പർ വൈസ് തന്നെ ഓർത്തു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് നോക്കി ആ ടേമുകൾ ഒന്ന് ഫെമിലിയർ ആക്കുക. പരമാവധി ഓർഡർ വൈസ് തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യു ക്യാൻ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ്. സോറി. ഓക്കെ, നിങ്ങൾ ഓർത്തു വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒന്നാമത് വരുന്നത് നോ പോവർട്ടി, രണ്ടാമത്തത് സീറോ ഹങ്കർ. യു ക്യാൻ കണക്ട് ഇറ്റ്. നോ പോവർട്ടി ആൻഡ് സീറോ ഹങ്കർ. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് മൂന്നാമത്തതാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നാലാമത്തതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അഞ്ചാമത്തത് ജെൻഡർ ഇക്വാലിറ്റി. ആറാമത്തത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഏഴാമത്തത് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. എട്ടാമത്തത് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഒമ്പതാമത്തത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. പത്താമത്തത് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. 11th സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 12 responsible consumption and production. 13 climate action. 14 life below water. 15 life on land. 16 peace, justice and strong institutions. 17 partnership for goals. 17 ഗോൾസും അതിന്റെ നമ്പർ വൈസ് തന്നെ ഓർത്തു വെക്കുക. കാരണം ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗോൾ 17 മാച്ച്, ഗോൾ 9 മാച്ച്, ഗോൾ 8 മാച്ച്. അപ്പുറത്തുള്ള സെക്ഷനുമായിട്ട് മാച്ച് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇതിനും ഞാനൊരു ക്രിഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പു, ഹീറോ ഓഫ് ദ വില്ലേജ്, വില്ലേജിന്റെ കാവൽക്കാരൻ. അപ്പുവിനെ കുറിച്ചുള്ള കഥ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. അപ്പു പണ്ട് ഒരു നാട്ടില്, ഒരു വില്ലേജില് അപ്പു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി പട്ടിണിയോടുകൂടെയാണ് അപ്പു ബെഡിലേക്ക് പോരുന്നത്, ഉറങ്ങാൻ പോയിരുന്നത്. അപ്പു സ്വപ്നം കണ്ടിരുന്നത് നോ പോവർട്ടി, സീറോ ഹങ്കർ, ആ രീതിയിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ലോകത്തെ ആയിരുന്നു അപ്പു സ്വപ്നം കണ്ടിരുന്നത്. കാരണം അവന് എപ്പോഴും പട്ടിണിയാണ്, എപ്പോഴും സങ്കടങ്ങളാണ്, എപ്പോഴും വിശപ്പാണ്. സോ നോ പോവർട്ടി, സീറോ ഹങ്കർ, അത്തരം ഒരു ലോകം അപ്പു സ്വപ്നം കാണുന്നു. SDG 1 and 2. അങ്ങനെ ഇരിക്കെ അപ്പുവിന്റെ ഫാമിലി ഒരു ദിവസം സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കാണ്. അപ്പൊ തന്നെ അപ്പുവിന്റെ അമ്മയും അപ്പയും തീരുമാനിക്കുകയാണ്, ഹി വിൽ അറ്റ്ലീസ്റ്റ് ഗെറ്റ് 1 ഗുഡ് ഹെൽത്തി മീൽ എവറി ഡേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു നേരെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കുമല്ലോ എന്ന് ആര് വിചാരിക്കുകയാണ്? അപ്പുവിന്റെ അച്ഛനും അമ്മയും വിചാരിക്കുകയാണ്. അങ്ങനെ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതാണ് SDG 3. അങ്ങനെ അപ്പുവിന്റെ 4-ാം വയസ്സിൽ അപ്പു ആദ്യമായി സ്കൂളിന്റെ പടിവാതിലുകൾ കിടക്കുന്നു. അതും ബെയർ ഫൂട്ടായിട്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെയാണെങ്കിലും അപ്പുവിന് സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്.
ക്വാളിറ്റി എഡ്യൂക്കേഷൻ SDG 4. ആ 4-ാം വയസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് SDG 4 ആയിട്ട് കണക്ട് ചെയ്യാം. SDG 4 4-ാം വയസ്സിൽ അപ്പു സ്കൂളിലേക്ക് പോകുന്നു. ഓക്കെ. 5-ാമതായിട്ട് ജെൻഡർ ഇക്വാലിറ്റി. സ്കൂളിലേക്ക് പോയ അപ്പു നേരത്തെ നമ്മൾ പറഞ്ഞ രാമുവിനെ പോലെ തന്നെ അവിടുന്ന് വലിയൊരു തിരിച്ചറിവുമായിട്ടാണ് വരുന്നത്. ബോയ്സ് ആൻഡ് ഗേൾസ് ഷുഡ് ആൾവേസ് ബി ട്രീറ്റഡ് ഈക്വലി. ആണും പെണ്ണും ഒരുപോലെയാണ്, ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടണം എന്ന വലിയൊരു അറിവ്, ഒരു തിരിച്ചറിവ് അപ്പുവിന് സ്കൂളിൽ നിന്ന് ലഭിക്കുകയാണ്. അവിടുന്ന് മുതൽ അപ്പു ഒരു തീരുമാനം എടുക്കുന്നു. എന്താണ് തീരുമാനം? പ്രോമിസ് ടു പ്രൊട്ടക്ട് എവറി ഗേൾസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എല്ലാ പെൺകുട്ടികളുടെയും റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അവരുടെ എല്ലാ റൈറ്റ്സും ഞാൻ വകവെച്ചു കൊടുക്കും, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങും എന്നുള്ളൊരു തീരുമാനം അപ്പു എടുക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ അപ്പു എല്ലാ ദിവസവും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി നടന്നു പോകുന്ന അമ്മയെയും സിസ്റ്ററിനെയും സഹായിക്കാൻ ഒരുങ്ങുകയാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ടോയ്ലറ്റ് ക്ലീനിങ്ങും മറ്റൊക്കെ ആയിട്ട് എപ്പോഴും തിരക്കിലാകുന്ന അമ്മയെയും പെങ്ങളെയും അവൻ സഹായിക്കാൻ അവന് തീരുമാനിക്കുകയാണ്. ദിസ് വർക്ക് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദം, ഐ വിൽ ഹെൽപ്പ് എന്ന് അവൻ ഉള്ളാലെ തീരുമാനിക്കുന്നു. അങ്ങനെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും വെള്ളം കോരി കൊണ്ടുവരാനൊക്കെ ഒരുപാട് കാതങ്ങൾക്കപ്പുറത്തേക്ക് അപ്പവും നടന്ന് പോവുകയാണ്. അപ്പൊ ഇതെന്താണ്? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ 6-ാമത്തതാണ് കേട്ടാ. ജെൻഡർ ഇക്വാലിറ്റി സ്കൂളിൽ നിന്ന് മനസ്സിലാക്കി. സ്കൂളിൽ നിന്ന് വന്ന ഓന് പിന്നെ എല്ലാ വിഷയത്തിലും അമ്മനെയും പെങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ആൻഡ് പിന്നെ എന്താ സംഭവിച്ചത്? സ്കൂളിൽ നിന്ന് പോയി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി ഇങ്ങനെ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു. മണ്ണെണ്ണ തീർന്നിട്ടുണ്ട്. മണ്ണെണ്ണ തീർന്നു, ഇനി ഒരു നിർവാഹമില്ല. ഇരുട്ടത്ത് പഠിക്കാനൊന്നും പറ്റാതിരിക്കുന്ന നമ്മളുടെ അപ്പു, അവന്റെ ക്രിയേറ്റിവിറ്റിയെ അവൻ ഇഗ്നൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു സോളാർ ലാമ്പ് അവന് സെറ്റ് ചെയ്യുന്നു. ദ വെരി നെക്സ്റ്റ് മോർണിംഗ് അവന്റെ പേരൻസ് അവരുടെ അയൽവാസികളോട് വളരെ അഭിമാനത്തോടുകൂടെ അവർ ആ സോളാർ ലാമ്പ് ഉണ്ടാക്കിയ കാര്യം, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ഉപയോഗിച്ച കാര്യം അവൻ അവരുടെ നൈബേഴ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ 7-ാമത്തത് എന്താണ്? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, സോളാർ ലാമ്പ് ആയിട്ട് സങ്കല്പിക്കട്ടോ. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. 8 വർഷത്തെ ഗഹനമായ പഠനങ്ങൾക്ക് ശേഷം അപ്പുവിനൊരു ഡീസന്റ് ജോബ് ലഭിക്കുകയാണ്. അടുത്ത നിയർ ബൈ ടൗണിൽ നല്ല ഡീസന്റ് ജോബ് ലഭിക്കുന്നു. അവന്റെ ഫാമിലി മെല്ലെ മെല്ലെ ഒരു ഗ്രോത്ത് അനുഭവിക്കുന്നു, ഒരു എക്കണോമിക് ഗ്രോത്ത് അനുഭവിക്കുന്നു. 8-ാമത്തത് എന്താണ്? ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, SDG 8. അപ്പൊ അവിടെ കണക്ട് ചെയ്യാൻ ഒരു സാധനം ഉണ്ട്. 8 വർഷങ്ങളുടെ പഠനത്തിന് ശേഷം, ഓക്കെ, 8 വർഷങ്ങളുടെ പഠനത്തിന് ശേഷം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ജോബ് ലഭിക്കുന്നു. മെല്ലെ മെല്ലെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. കാലം പിന്നെയും കടന്നുപോയി. പക്ഷെ അപ്പുവിന് അവന്റെ വില്ലേജിനെ മറക്കാൻ പറ്റൂല. ഹി കെയിം ബാക്ക് ടു ഹിസ് വില്ലേജ്. അവൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ വില്ലേജിലേക്ക് തിരിച്ചു വന്ന് അവൻ അവിടെ തന്നെ അവന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ്. ഒരു സ്മോൾ ഇൻഡസ്ട്രി, അവരൊരു ചെറിയ ഇൻഡസ്ട്രി അവൻ സ്ഥാപിക്കുന്നു. കർഷകർക്ക് അവരുടെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന, അതിന്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അവന്റെ നാട്ടിൽ സ്ഥാപിക്കുന്നു. അവൻ അവിടത്തേക്കുള്ള റോഡ്സും കാര്യങ്ങളൊക്കെ അവൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ജോബ് നൽകാൻ ശ്രമിക്കുന്നു. അപ്പൊ അവരുടെ നാട്ടിലൊരു ഇൻഡസ്ട്രി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് SDG 9 ആണ്, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ അവൻ ഒരുക്കാൻ ശ്രമിച്ചു. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ അവൻ വെൽക്കം ചെയ്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിലൂടെ ഓർത്തു വെക്കാം. ഓക്കെ. ഇവൻ നാട്ടില് ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ഒരു ഉദ്ദേശം എന്താ? എന്റെ പാവപ്പെട്ട നാട്ടിലെ എന്റെ വില്ലേജേഴ്സിന് എല്ലാവർക്കും പണി നൽകണം, ജോബ് നൽകണം, അവർക്ക് എല്ലാവർക്കും തുല്യ വേതനം നൽകണം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവനാണ് ഇത് ചെയ്യുന്നത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഫെയർ വേജസ് അവൻ നൽകി. റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, SDG 10, 10-ാമത്തതാണ് കേട്ടോ. അങ്ങനെ അവന്റെ നാട് മെല്ലെ മെല്ലെ വികസിക്കുകയാണ്. മെല്ലെ മെല്ലെ വികസിക്കുന്നു, നാട് വലുതാവാൻ തുടങ്ങുന്നു. അങ്ങനെ അവന്റെ ഇൻഡസ്ട്രിയുടെ ഒക്കെ അടുത്തായിട്ട് വലിയ കെട്ടിടങ്ങളൊക്കെ വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ 2 റെക്ടാങ്കുലർ ഷേപ്പിലുള്ള 2 ബിൽഡിങ്ങുകൾ നല്ല തലയെടുപ്പോടുകൂടെ അവന്റെ നാട്ടിൽ മെല്ലെ മെല്ലെ ഉയർന്നു വന്നു. SDG 11, സസ്റ്റൈനബിൾ സിറ്റീസ്. ആ 11 ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രീം ക്രിഞ്ച് ആണ്, എക്സ്ട്രീം ക്രിഞ്ച് അഹെഡ്, ഡിസ്ക്ലെയിമർ ആണ്. ഒരു 11 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 2 കെട്ടിടത്തിന്റെ ബാർ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഒക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡിസ്ക്ലെയിമർ ആണെന്ന്. ഓക്കെ. അപ്പൊ അതാണ് 11-ാമത്തത്. 11 പറഞ്ഞാൽ ഒരു ക്ലീൻ സിറ്റി അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ സിറ്റി കമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള SDG 11 നിങ്ങൾക്ക് ഓർത്തു വെക്കാം. അങ്ങനെ
ഇങ്ങനെ വികസനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അവൻ അവന്റെ നാട്ടുകാരൊക്കെ പഠിപ്പിച്ചു. നമ്മൾ എല്ലാ കാര്യങ്ങളും റീയൂസ് ചെയ്യാൻ ശ്രമിക്കണം, റീസൈക്കിൾ ചെയ്യണം, വേസ്റ്റ് കുറക്കണം. ഇപ്പോൾ ഒരു വില്ലേജ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു സിറ്റി ആകാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ കൃത്യമാവണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കണം. നല്ല ആ രീതിയിലേക്കുള്ള ഒരു അവയർനെസ് നാട്ടുകാർക്ക് അവൻ നൽകി. റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആകണം എന്നുള്ള കാര്യം അവന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരു 13-ാം തീയതി, 13 എന്നുള്ളതിന് ഒരു തരം ഒരു എന്തോ ഒരു ഭാഗ്യക്കേടുള്ള പോലെ പൊതുവെ പറയാറുണ്ട് അല്ലെ. 13-ാം ദിവസം അത്ര ശരിയില്ല എന്ന് പറയാറുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ആലോചിക്കാം. ഒരു 13-ാം തീയതി വലിയൊരു ഡിസാസ്റ്റർ അവരുടെ നാട്ടിൽ സംഭവിക്കുകയാണ്. ഒരു എർത്ത് കേക്ക് ഉണ്ടാകുന്നു, വലിയൊരു ഭൂമി കുലുക്കം. അതിനെ തുടർന്ന് ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഒരു ഡ്രോട്ട്, ഒരു വരൾച്ച അവരുടെ നാടിനെ പിടികൂടുകയാണ്. അപ്പൊ ക്ലൈമറ്റ് ആക്ഷൻ 13 എന്ന് പറഞ്ഞാൽ ഒരു തരം ദുശകുനം എന്നൊക്കെ പറയുന്ന ഒരു ഡേറ്റ് ആണെന്ന് പൊതുവേ ഞാൻ എവിടുന്ന് കേട്ടിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെ ഈ വരൾച്ച സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദ വില്ലേജ് ഡ്രൈഡ് അപ്പ്, വറ്റി വരണ്ടു. വില്ലേജിലെ ആ ഒരു വലിയ തടാകം, അവർക്ക് വെള്ളത്തിനുള്ള ഏക ഉപാധിയായിരുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു, അത് ഒന്നാകെ വറ്റി വരണ്ടു. അതിലുള്ള മീനുകളൊക്കെ ഡിസപ്പിയർ ആയി. വെള്ളം ഒരു വകക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അൺസേഫ് ആയിട്ടുള്ള മഡി ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറി. ലൈഫ് ബിലോ വാട്ടർ, SDG 14 ഓർത്തു വെക്കണം. അപ്പൊ SDG 14 ലൈഫ് ബിലോ വാട്ടർ എന്തായി? ഈ ഒരു ഡ്രോട്ട് കാരണം എഫക്റ്റഡ് ആയി. അത് മാത്രമാണോ? അല്ല. ദ ഫോറസ്റ്റ് ടേൺഡ് സൈലന്റ് ആൻഡ് ഗ്രേ. തൊട്ടടുത്തുണ്ടായിരുന്ന ചെറിയൊരു കാട് ഉണ്ടായിരുന്നു, അതൊക്കെ വല്ലാണ്ട് ഒരു സൈലന്റ് ആയി പോയി, നിശബ്ദമായി പോയി. വല്ലാണ്ട് ഒരു വരണ്ട രൂപത്തിലേക്ക് മാറി. അവിടെ ഉണ്ടായിരുന്ന പക്ഷികളുടെ കിളികൂജനങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂലേ? ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ചെറിയ മൃഗങ്ങളെ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. എല്ലാം വാനിഷ് ആയി പോയി. ലൈഫ് ഓൺ ലാൻഡിനെയും എന്തായി? ഈ പറഞ്ഞ ഡ്രോട്ട്, ക്ലൈമറ്റ് ചേഞ്ച് ബാധിച്ചു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ റിസോഴ്സസ് ഒക്കെ വളരെയധികം കുറഞ്ഞു പോവുകയാണ്. കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വാട്ടർ ഈസ് റണ്ണിങ് ഔട്ട്, അതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഒരു ടെൻഷൻ രൂപപ്പെടുകയാണ്. ആളുകൾ പരസ്പരം ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു വയലന്റ് ഡിസ്പ്യൂട്ട് ആളുകൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ അപ്പു ആ ഒരു ഏരിയയിൽ അവൻ ഇടപെടുകയാണ്. കാരണം ഹീസ് ദ വാരിയർ ഓഫ് ദ വില്ലേജ്. ആ ഒരു നാടിന്റെ പ്രൊട്ടക്ഷൻ ഇവനെ ഏറ്റെടുത്തുകയാണ്. ഒരു തമിഴ് സിനിമ കാണുന്ന പോലെ അല്ലേ? അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? അപ്പു പറയാണ്, വി നീഡ് പീസ് നോട്ട് വാർ. നമുക്ക് സമാധാനമാണ് വേണ്ടത്, നമ്മൾ പരസ്പരം തല്ലുകൂടിക്കൂടാ. അങ്ങനെ അവരുടെ ആ ഒരു തർക്കം നമ്മൾ എന്താക്കാണ്, വളരെ കാമായിട്ട് ആ ഒരു ഫെയർനെസ് അവൻ എന്താക്കാണ്, റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, SDG 16. അങ്ങനെ ആളുകൾ അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയാൽ പോരല്ലോ, ഇനി അതിനെ പ്രിക്വേഷൻസ് കാണണം. അപ്പൊ അവൻ എന്ത് ചെയ്യാണ്? ഫൈനലി അപ്പോ അവന്റെ ഒരു ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവന്റെ വില്ലേജിന്റെ പുറത്തുള്ള അവന്റെ കുറെ കണക്ഷൻസ് ഉണ്ട്. അവൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പുറത്തു പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവന്റെ കണക്ഷൻ ഉപയോഗിച്ച് ആളുകൾക്ക് ലെറ്റർ എഴുതുന്നു, അവന് വീഡിയോ കോൺഫറൻസുകൾ നടത്തുന്നു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ചേഞ്ച് മേക്കേഴ്സ് എല്ലാവരും കൂടെ ഇവരുടെ വില്ലേജിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നു, ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ പ്രശ്നം മെല്ലെ പരിഹരിക്കപ്പെടുന്നു. ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസിൽ പറയുന്നത്. കഥ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ നോ പോവർട്ടി, നമ്മൾ ആരെ കുറിച്ചാ പറഞ്ഞത്? പേര് മറന്നുപോയി. അപ്പു. അപ്പുവിന്റെ വലിയ സ്വപ്നമായിരുന്നു, പാവപ്പെട്ട അപ്പുവിന്റെ വലിയ സ്വപ്നമായിരുന്നു നോ പോവർട്ടി ആൻഡ് സീറോ ഹങ്കർ. അങ്ങനെ അപ്പുവിന്റെ അച്ഛനും അമ്മയും തൊട്ടടുത്ത വില്ലേജ് സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകുന്നുണ്ടെന്നുള്ള വാർത്ത അറിയുമ്പോൾ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഒരു നേരെങ്കിലും നല്ല ഭക്ഷണം ലഭിക്കുമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ അപ്പുവിനെ സ്കൂളിലേക്ക് അയക്കുന്നു. അങ്ങനെ 4-ാം വയസ്സിൽ SDG 4 ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി അപ്പു സ്കൂളിലേക്ക് പോകും. സ്കൂളിലെത്തിയ അപ്പു വലിയൊരു തിരിച്ചറിവ് മായിട്ടാണ് തിരിച്ചു വരുന്നത്. ജെൻഡർ ഇക്വാലിറ്റി, മെൻ ഈസ് ഈക്വൽ ടു വുമൺ, ഗേൾ ഈസ് ഈക്വൽ ടു ബോയ് എന്ന വലിയൊരു തിരിച്ചറിവായിട്ട് വരുന്നു. വീട്ടിലെത്തിയ അപ്പു അമ്മയെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അവൻ ഇനി വേറെ ആരെയും കാത്തു നിൽക്കുന്നില്ല, ഞാനും ഇതിന് റെസ്പോൺസിബിൾ ആണ്, വി ആർ ഈക്വൽ എന്ന തിരിച്ചറിവോടെ ആ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി പഠിക്കാനിരിക്കുന്ന അപ്പുവിന്റെ മുമ്പിലുണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്ക്, അതിന്റെ മണ്ണെണ്ണ വറ്റിക്കൊണ്ട് ഇരുട്ടായി പോവുകയാണ്. പഠിക്കാനുള്ള ഒരു ഉപാധി നഷ്ടപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് അപ്പു പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സോളാർ എനർജി ഉപയോഗിച്ച് അവനൊരു വിളക്ക് വെക്കുകയാണ്. അത് വളരെ അഭിമാനത്തോടു കൂടെ അമ്മയോ അച്ഛനൊക്കെ അയൽവക്കത്തിലെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് 7-ാമത്തെ ഗോൾ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി.
അങ്ങനെ 8 വർഷത്തെ നീണ്ട പഠനത്തിന് ശേഷം SDG 8 സംഭവിക്കുന്നു. അവനൊരു ഡീസന്റ് വർക്ക് ലഭിക്കുകയാണ്, ഡീസന്റ് ജോബ് ലഭിക്കുകയാണ്. മെല്ലെ അവരുടെ കുടുംബം ഒരു എക്കണോമിക് ഗ്രോത്ത് അനുഭവിച്ചു തുടങ്ങുകയാണ്. പക്ഷെ അപ്പുവിന് അവന് ജോലി ലഭിച്ചത് അവന്റെ കുറച്ച് ദൂരത്തുള്ള ഒരു ടൗണിലായിരുന്നു. പക്ഷെ നാടുമായിട്ടുമുള്ള ആ ഒരു അപ്പുവിന്റെ ഒരു കണക്ഷൻ അവന് വല്ലാതെ ഒരു നൊസ്റ്റാൾജിയ ഹോണ്ട് ചെയ്യാണ്. അവന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവൻ അവിടെ ഒരു ചെറിയ ഇൻഡസ്ട്രി തുടങ്ങുന്നു. 9 ഇൻഡസ്ട്രി. ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അവിടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കർഷകർക്ക് അവരുടെ ഉൽപാദനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെ എന്താക്കുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലേക്കുള്ള ഒരു റോഡ്, ഈ പറഞ്ഞ വിളകളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും മറ്റൊക്കെ വേണ്ടിയിട്ട് അവിടേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചുകൂടെ നന്നാക്കുന്നു എന്നുള്ളതാണ് അപ്പു ചെയ്യുന്ന മറ്റൊരു കാര്യം. അപ്പു വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരുന്നു. നാട്ടിലുള്ള വില്ലേജേഴ്സിനൊക്കെ ജോബ് നൽകാൻ കൂടെ അദ്ദേഹം ശ്രമിച്ചു. അവിടെ അദ്ദേഹം നോട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും എൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആർക്കും ഒരു ഇനിക്വാളിറ്റി ഫേസ് ചെയ്യേണ്ടി വരരുത്. തുല്യ വേതനം എല്ലാവർക്കും, ഈക്വൽ ഫെയർ. അതായിരുന്നു അപ്പുവിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ. അതുകൊണ്ട് തന്നെ ആണിനും പെണ്ണിനും ഒരേപോലെ വേതനം നൽകി അപ്പു അവന്റെ ഇൻഡസ്ട്രി മെല്ലെ മെല്ലെ കൊണ്ടുപോയി. നാട് മെല്ലെ മെല്ലെ വികസിക്കാൻ തുടങ്ങി. 2 കെട്ടിടങ്ങൾ, ആകാശം മുട്ടെ തല ഉയർത്തി നിൽക്കുന്ന 2 കെട്ടിടങ്ങൾ ഇൻഡസ്ട്രിയുടെ തൊട്ടടുത്തായിട്ട് അവന്റെ നാട്ടിൽ വരികയാണ്. സസ്റ്റൈനബിൾ സിറ്റീസ്. 2 ബിൽഡിങ്സ് ലുക്ക് ലൈക്ക് 11. കണ്ടില്ലേ? രണ്ട് ബാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് 2 കെട്ടിടം നിൽക്കുന്ന പോലെ തോന്നില്ലേ? അങ്ങനെ കെട്ടിടങ്ങൾ വരുന്നു. കെട്ടിടങ്ങളൊക്കെ വരുമ്പോൾ രാമുവിന് അറിയാം ഇത് ഒരു സിറ്റി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരു ഉണർവ് നൽകുകയാണ്. നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസപ്ഷനും പ്രൊഡക്ഷനൊക്കെ നമ്മൾ മുന്നോട്ട് വരണം. നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കണം, റീയൂസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്നുള്ളത് നാട്ടുകാർക്ക് ഒരു അവയർനെസ് നൽകുകയാണ്. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് പോവുമായിരുന്നു. പെട്ടെന്ന് ഏതോ ഒരു മാസം ഒരു 13-ാം തീയതി ദുശകനം പിടിച്ച ആ ഒരു ദിവസം ആ ഒരു വിപത്ത് ആ നാടിനെ സ്ട്രക്ക് ചെയ്യാണ്. ഒരു വലിയ ഭൂമികുലുക്കുണ്ടാകുന്നു. ഭൂമികുലുക്കത്തെ തുടർന്ന് വലിയൊരു ഡ്രോട്ട്, ഒരു വരൾച്ച കൂടെ അവിടെ സംഭവിക്കുന്നു. ആ വരൾച്ചയോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന വലിയ തടാകം വറ്റിവരലാണ്. 13-ാമത്തതാണ് ക്ലൈമറ്റ് ആക്ഷൻ എന്നത് മനസ്സിലാക്കുക. അവിടെ ആ വരൾച്ച കാര്യമായിട്ട് ബാധിച്ചത് നാട്ടുകാരുടെ മുഴുവൻ അവലംബമായിരുന്ന ആ ഒരു വില്ലേജിലെ തടാകത്തെയാണ്. അതിലെ എല്ലാ ജീവജാലങ്ങളും നശിച്ചൊടുങ്ങുന്നു, വെള്ളം വറ്റി വരളുന്നു. ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് ആ ഒരു കുളം മാറുകയാണ്. 14 ലൈഫ് ബിലോ വാട്ടർ അഫക്റ്റ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ലൈഫ് ഓൺ ലാൻഡും ബാധിക്കപ്പെടുകയാണ്. വെള്ളമില്ലാത്തത് കൊണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ചെറിയ കാടുകളിലുള്ള പക്ഷികളൊക്കെ പാടാതെയായി. അവിടെ ഉണ്ടായിരുന്ന ചെറിയ മൃഗങ്ങളെ കാണാതെയായി. അവരൊക്കെ എവിടെയൊക്കെയോ പോയി മറഞ്ഞതുപോലെ ഫീൽ ചെയ്യാണ്. അവിടെ അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമായി തീർന്നു എന്നർത്ഥം. അങ്ങനെ ഡ്രോട്ട് അങ്ങനെ തുടർന്ന് പോയി ആളുകൾക്ക് അവരുടെ റിസോഴ്സസ് വളരെ കുറഞ്ഞു വരികയാണ്. കുറച്ച് വെള്ളം ഉള്ള കിണറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മെല്ലെ മെല്ലെ വറ്റി തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. ആളുകൾക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ വരാൻ തുടങ്ങി. റിസോഴ്സസിന്റെ പേരിൽ അപ്പുറം തല്ലുണ്ടാവാൻ തുടങ്ങി. ആ സമയത്ത് ഈ നാടിന്റെ സംരക്ഷനായിട്ടുള്ള അപ്പു മുന്നോട്ട് വരികയാണ്. ഇങ്ങനെ തല്ലൂടിയാൽ ശരിയാവില്ല. അപ്പു അവിടെ പീസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. സമാധാനം ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ പരസ്പരം തല്ലുകൂടിക്കൂടാ. ഇത് നമ്മൾക്ക് ബുദ്ധിമുട്ടിൻ്റെ ഒരു സമയമാണ്. ഇത് പരിഹരിക്കാനുള്ള വഴികൾ നമ്മൾക്ക് ഒരുമിച്ച് അന്വേഷിക്കാം എന്ന രീതിയിൽ അപ്പു അതിനൊരു നേതൃത്വം നൽകുകയാണ്. അങ്ങനെ അപ്പുവിന്റെ നേതൃത്വത്തിൽ അപ്പുവിന്റെ ഗ്ലോബൽ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. നാടിന് പുറത്തുള്ള ഒരുപാട് ചങ്ങായിമാരായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ വേൾഡിന്റെ പല ഭാഗത്തു നിന്നുള്ള ചേഞ്ച് മേക്കേഴ്സ് ഈ നാടിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് കൈകോർക്കുന്നു. പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇതാണ് നമ്മളുടെ SDG കഥ. ഐ ഹോപ്പ് യു ലൈക്ക് ദ സ്റ്റോറി. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളൊന്ന് നോക്കി നോക്കിയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ UNDP സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാഗമായിട്ടുള്ളത്? അപ്പൊ നമ്മൾ പറഞ്ഞ കഥയൊക്കെ വെച്ച് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കി. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, റെഡ്യൂസ്ഡ് ഇനിക്വാളിറ്റീസ്, ലൈഫ് ബിയോണ്ട് വാട്ടർ അല്ല, ലൈഫ് ബിലോ വാട്ടർ ആയിരുന്നു അല്ലേ? ഓക്കെ, ലൈഫ് ബിലോ വാട്ടർ ആണ്. സോ ലൈഫ് ബിയോണ്ട് വാട്ടർ ഈസ് ഇൻകറക്റ്റ്. ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ജെൻഡർ ഇക്വാലിറ്റി, ബാക്കി എല്ലാതും ഉണ്ട്. മാച്ച് ദ കോളം. ഗോൾ നമ്പർ 1, 2, 3, 4 ഓർത്തോക്കു. MDG ആണോ SDG ആണോ അത് ആദ്യം മനസ്സിലാക്കുക. ഓഫ് കോഴ്സ് MDG. ഗോൾ നമ്പർ 1 ഏതായിരുന്നു? എറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഗോൾ നമ്പർ 2 അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഗോൾ നമ്പർ 3 സ്കൂളിൽ പോയപ്പോൾ എന്താ തിരിച്ചറിവുണ്ടായത്? പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വിമൻ എംപവർമെന്റ്. ഗോൾ നമ്പർ 3 അതായിരുന്നു.
ഗോൾ നമ്പർ 4 റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. അങ്ങനെ ഇരിക്കെ ആരായിരുന്നു? രാമുവിന്റെ കുഞ്ഞുപെങ്ങൾ ജനിച്ച ഉടനെ മരണപ്പെട്ടു പോകുന്നു. ചൈൽഡ് മോർട്ടാലിറ്റി. അതിനുശേഷം മെറ്റേണൽ ഹെൽത്ത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയെങ്കിലേ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് were to be established by 2015. ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് ഇൻകറക്റ്റ് എന്നൊക്കെ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഒന്നാമത്തത് കറക്റ്റ് ആണ് അല്ലേ, ശരിയാണ്. രണ്ടാമത്തെ നോക്കിയേ, 2035 ഇൻകറക്റ്റ്. കെയിം ഇൻ ടു എഫക്ട് ജനുവരി 2016 കറക്റ്റ്. അപ്പൊ എയും സിയും മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അയ്യോ, ഇനി നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു പ്രോഗ്രസ് ചെക്ക് ചെയ്യാനും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനൊക്കെ പല സംഘടനകളും ഉണ്ട്. അപ്പൊ ലോകാടിസ്ഥാനത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ മുന്നിട്ട് നിൽക്കുന്നത്, അതിന്റെ റിപ്പോർട്ട് 2024 റിപ്പോർട്ടാണ് ഇവിടെ. അതിന്റെ ഒരു സംക്ഷിപ്താണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. 2024 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം മുന്നിട്ട് നിൽക്കുന്ന ആദ്യത്തെ 10 കൺട്രീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, നോർവേ, ക്രൊയേഷ്യ, യുണൈറ്റഡ് കിങ്ഡം, പോളണ്ട്. ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇത് 100-ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 100 എന്ന് പറഞ്ഞാൽ ഫുൾ അച്ചീവ്മെന്റ് ആണ്. എന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഒരു 80+ വന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ 100-ൽ ഏകദേശം ഒരു 86 ഫിൻലാൻഡിന്റെ സ്കോർ ഉള്ളത്, 86.35. സ്വീഡൻ ആണെങ്കിൽ 85.70, ഡെൻമാർക്ക് 85, ജർമ്മനി 83. അങ്ങനെ ഒരു 10 രാജ്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. പറ്റുകയാണെങ്കിൽ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2024 ഒന്ന് ഒറ്റവട്ടം ഒന്ന് കണ്ണോടിച്ച് നോക്കെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാലും മതി. ഓക്കെ, അപ്പൊ അങ്ങനെ 17 SDGയുടെ ബേസിലാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഓരോ രാജ്യങ്ങളും ഇതിലിപ്പോ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ റാങ്കിങ് വെച്ച് നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്ന ഒരു കാര്യം, വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് അതുപോലെ തന്നെ നോർഡിക് കൺട്രീസ് ഒക്കെയാണ് ഇതിൽ കുറച്ചുകൂടെ ലീഡിങ് ആയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യന്റെ അവസ്ഥ എന്താ? 166 രാജ്യങ്ങളിൽ 109-ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. നമ്മളുടെ ഒരു ഇൻഡെക്സ് സ്കോർ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ നമ്മളുടെ ഒരു ഇൻഡെക്സ് സ്കോർ എന്നാണ് പറയാം കേട്ടോ. SDG ഇൻഡെക്സ് സ്കോർ എന്നാ പറയാം. ആ ടേം ആലോചിച്ച് വെക്കുക. SDG ഇൻഡെക്സ് സ്കോർ നമ്മൾക്ക് 64-ആണ്. അപ്പോൾ നമ്മൾ ഫിൻലാൻഡിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര മാറ്റം ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. 64-ആണ് നമ്മളുടെ SDG ഇൻഡെക്സ് സ്കോർ. ഫിൻലാൻഡിന് 86.35. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യക്കും ഈ പറഞ്ഞതുപോലെ ഒരു SDG ഇന്ത്യ ഇൻഡെക്സ് ഉണ്ട്. 2023-24 അവസാനമായിട്ട് ഇത് വന്നിട്ടുള്ളത്. ഇത് ആരാണ് റിലീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. നിതി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് അതിന്റെ പേര്. നമ്മളുടെ ഈ പറഞ്ഞ SDGയെ കോർഡിനേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏജൻസിയാണ് ശരിക്കും പറഞ്ഞാൽ നിതി ആയോഗ്. അത് മാത്രമല്ല, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ നിതി ആയോഗ് എന്ന് പറയുന്ന ടീമാണ്. ഓക്കെ, ഇതിന്റെ മോണിറ്ററിങ്, ഇതിന്റെ ഇവാലുവേഷൻ ഒക്കെ അവരുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിതി ആയോഗ് 2024 ജൂലൈയിൽ പുറപ്പെടുവിച്ച അവരുടെ SDG ഇന്ത്യ ഇൻഡെക്സ് 2023-24 പ്രകാരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് 4th എഡിഷൻ ഓഫ് ദ കൺട്രീസ് പ്രിൻസിപ്പൽ ടൂൾ ഫോർ മെഷറിംഗ്. ഇത് അതിന്റെ 4ാമത്തെ എഡിഷൻ ആണ്. SDGയുടെ പ്രോഗ്രസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു നാഷണൽ ആൻഡ് സബ് നാഷണൽ പ്രോഗ്രസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻഡെക്സ് ആണ് SDG ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, the index assess India's performance across 113 indicators. 113 indicators ആണ് നമ്മൾക്ക് ഇതിൽ മാനദണ്ഡമായിട്ട് മെഷർ ചെയ്യാനുള്ള മാനദണ്ഡമായിട്ടുള്ളത്. 16 SDGകൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. 17 ഇല്ല, 16 കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് എന്നുള്ളത് ഇതിൽ നമ്മൾ എന്താക്കുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇന്ത്യ ഇൻഡെക്സ് 2023-24 അതിൽ നമ്മൾ ആ ഒരു കമ്പോസിറ്റ് സ്കോർ കാണുമ്പോൾ, അതിൻ്റെ ഒരു ടോട്ടൽ സ്കോർ കാണുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? 17th ഗോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഓവറോൾ ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. 2023-24 നമ്മളുടെ SDG ഇത് പ്രകാരം 71-ആണ്. നമ്മൾ നേരത്തെ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ 64-ആയിരുന്നു. ഇതിൽ നമുക്ക് 71-ആണ് നമ്മളുടെ സ്കോർ ഉള്ളത്. ഇത് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ്. 2020-21 കാലയളവിൽ 66-ആയിരുന്നു നമ്മളുടെ ഈ പറഞ്ഞ SDG കമ്പോസിറ്റ് സ്കോർ. ഇവിടെ നമുക്ക് 71 ആയിട്ടുണ്ട്.
2018 അത് 57 അപ്പൊ 57 നിന്ന് 66 66 നിന്ന് 71 നമ്മൾ എന്താണ് മുന്നിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളുടെ SDG ഇന്ത്യ ഇൻഡെക്സ് പ്രകാരം കുറച്ച് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റുകളെയും അതുപോലെ തന്നെ ബാക്കി യൂണിയൻ ടെറിട്ടറീസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ SDG സ്കോർ പ്രകാരം. അതിൽ ആസ്പിരൻസ് ഉണ്ട്. ഒരു 0 to 49 സ്കോറിൽ വരികയാണെങ്കിൽ ആസ്പിരൻസ്, ഒരു 50 to 64 വരികയാണെങ്കിൽ പെർഫോമർ, 65 to 99 ഫ്രണ്ട് റണ്ണർ. 100% SDGയുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ദേ ആർ അച്ചീവേഴ്സ്. നിലവിൽ അച്ചീവേഴ്സ് ആരും തന്നെ ഇല്ല. നോ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഹാസ് അച്ചീവ്ഡ് അച്ചീവർ കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് റണ്ണർ എന്ന് പറഞ്ഞാൽ 65 to 99, പെർഫോമർ 50 to 64, അച്ചീവർ എന്ന് പറഞ്ഞാൽ 100ക്ക് 100 സെറ്റ് ആവണം. അങ്ങനത്തെ ആരും ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് സെഷനിൽ പറയാനുള്ളത്. SDGയും MDGയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഇനി നിങ്ങൾ ഒന്നുകൂടെ നോക്കേണ്ട ഒരു കാര്യം, SDGയിൽ ഇപ്പോൾ റീസെന്റ് എക്സാംസിലൊക്കെ കുറച്ചുകൂടെ അതിന്റെ ടാർഗറ്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണുന്നുണ്ട്. അപ്പൊ അതുകൂടെ നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ടതാണ്. ടാർഗറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെ ടാർഗറ്റ്സ് ആണ് ഏതിന്റെ കൺട്രിയിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി ഈ പറഞ്ഞ കോഡ് ഉപയോഗിച്ചോ അല്ലാണ്ടോ ഈ 8 MDGകളും 17 SDGകളും കൃത്യമായിട്ട് അതിന്റെ നമ്പർ വൈസ് തന്നെ മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. സീ യു.